17 ഭാഗം കട്ടാക്കിയിട്ടുള്ള റിലീസിങ് തിങ്കളാഴ്ച വരുമെന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് കട്ടാക്കിയെന്ന് അറിയത്തില്ല. വില്ലൻ്റെ പേര് കട്ടാക്കുമെന്ന് പറയുന്നു. 17 ഷോട്ട്സുകൾ ഉണ്ട്. 23 മിനിറ്റ് സിനിമ മൊത്തത്തിൽ കട്ടാകും. ഇപ്പം സിനിമയുടെ പ്രശ്നങ്ങൾ വളരെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പാർട്ടിക്കാരും ചർച്ച ചെയ്യുന്നുണ്ട്. കോൺഗ്രസ് ചർച്ച ചെയ്യുന്നുണ്ട്, CPM ചർച്ച ചെയ്യുന്നുണ്ട്, BJP അതിഭീകരമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്, RSS സംഘടന, അങ്ങനെയുള്ള സംഘടനകൾ ഭയങ്കരമായിട്ട് മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും മുരളി ഗോപി അതിനകത്ത് അഭിനയിച്ചവരെല്ലാം, സുരാജ് വഞ്ഞാറമൂണെല്ലാം ഭിത്തിയെ തേച്ചിട്ട് തെറിപറച്ചിലാണ്. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. സിനിമ ഗുജറാത്തിൽ നടന്ന കേസുകൾ ഈ ലോകത്തുള്ള ആൾക്കാർക്കെല്ലാം അറിയാം. അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഗുജറാത്തിൽ എന്തൊക്കെയാണ് നടന്നത്, ഗുജറാത്ത് കലാപം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടോ, ഗുജറാത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായോ, ഇതെല്ലാവർക്കും അറിയാവുന്ന കേസാണ്. നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ, രാഷ്ട്രീയ ചർച്ചകളാണേലും രാഷ്ട്രീയ അടിപിടികളാണേലും ഏതൊക്കെ പാർട്ടിയുടെ പ്രശ്നങ്ങളാണേലും ഇതെല്ലാവർക്കും അറിയാം. ഇതിപ്പോൾ ആരെയും പറഞ്ഞ് പടത്തിൽ കൂടെ ഒന്നും പറയേണ്ട കാര്യമില്ല. പടം ഇപ്പം എമ്പുരാൻ വന്നില്ലെങ്കിലും ഗുജറാത്തിൽ കലാപം നടന്നത് തന്നെയാണ്. ഇതിപ്പോൾ അത് ഒളിച്ചു വെച്ചിട്ടൊന്നും കാര്യമില്ല. സംഭവം നടന്നതാണ്. അതിനകത്ത് എന്നാ തെറ്റാ ചെയ്തതില്ല. ഇപ്പോൾ ആരാണ്ടര ഒരു വില്ലൻ്റെ പേരിട്ടെന്നാണ് പറഞ്ഞത്. വില്ലനാണ് പ്രശ്നം. നമ്മുടെ സുരേന്ദ്രൻ വന്നിട്ടുണ്ട്. സുരാജ് വഞ്ഞാറമൂട്. സിനിമയിൽ എത്ര പേരുടെ ആൾക്കാർ സിനിമയിൽ ഇപ്പം ചെയ്യുന്നു. മണിയാശാൻ്റെ രൂപമായിട്ട് ഇന്ദ്രൻസ് ഒരു പടത്തിൽ ഫുള്ള് ഇന്ദ്രൻസ് ചെയ്തില്ലേ. അതൊക്കെ സിനിമയ്ക്കകത്ത് സർവ്വസാധാരണമാണ്. സിനിമയ്ക്കകത്ത് ഇങ്ങനത്തെ പരിപാടികൾ അവർ സിനിമ തുടങ്ങുന്നതിന് മുന്നേ തന്നെ എഴുതി കാണിക്കും. ഇതിനകത്തുള്ള കഥകളും കഥാപാത്രങ്ങളും എല്ലാം സാങ്കല്പികം മാത്രം. അങ്ങനെ കണ്ടാൽ പോരാ. അല്ലെങ്കിൽ തന്നെ ഈ മതങ്ങൾക്കെതിരെ എന്തേലും പടങ്ങളാണ് ഇറങ്ങിയേക്കുന്നത്. ക്രിസ്ത്യാനികൾക്കെതിരെയാണ് ഏറ്റവും കൂടുതൽ പടങ്ങൾ കേരളത്തിൽ ഇറങ്ങിയേക്കുന്നത്. അച്ഛന്മാരെ കളിയാക്കുന്നതും, കുഞ്ചാക്കോവനും ബിജു മേനോനും ഒരു പടത്തിനകത്ത് കള്ള അച്ഛനായിട്ട് വന്ന് പള്ളിയിൽ കയറി കുർബാന ചെല്ലുന്ന അവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. അത് എല്ലാവർക്കും എന്താ പറയുക, സിനിമയായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇതിനൊന്നും ഒരു വിഷയമില്ല. സിനിമയായിട്ട് കാണുക, പോവുക. എത്രയോ സിനിമകളിങ്ങനെ മതത്തെ കളിയാക്കുകയും രാഷ്ട്രീയ നേതാക്കന്മാരെ കളിയാക്കുകയും മുഖ്യമന്ത്രിമാരെ കളിയാക്കുകയും പ്രധാനമന്ത്രിമാരെ കളിയാക്കുകയും എന്തേലും പടങ്ങൾ ഇറങ്ങുന്നു. ഇതൊക്കെ ഒരു പടമായിട്ട് കാണണം. ഇത് ഒറിജിനാലിറ്റി അല്ലല്ലോ. എന്തേലും പടം ഇറങ്ങുന്നു. ഇപ്പം കഴിഞ്ഞിടയ്ക്ക് ഇറങ്ങിയ പടങ്ങളെല്ലാം വയലൻസ് പടങ്ങളാണ്. ഇതെല്ലാം എവിടെയും നടന്ന സംഭവമാണോ? വയലൻസ് പടങ്ങൾ ഇപ്പം ഉണ്ണിമുകുന്ദൻ്റെ പടം ഇറങ്ങി, RDX ഇറങ്ങി, പണി ഇറങ്ങി, അങ്ങനെ ഒത്തിരി പടത്തിനകത്ത് അടിപിടി മാത്രമേ ഉള്ളൂ. കണ്ടിരിക്കാൻ പറ്റത്തില്ലാത്ത അടിപിടിയും കൊലപാതകവും അതുപോലെ സംഭവങ്ങളാണ് സിനിമ പിടിക്കുന്നത്. ഇപ്പം ഇതിനകത്ത് ഇതെല്ലാം ഓരോരോ കഥകൾ ഓരോരുത്തരുണ്ടാക്കുന്നു, സിനിമ ആക്കി ഇറക്കുന്നു. അല്ലെങ്കിൽ ഇതെല്ലാം ആദ്യമേ സെൻസർ ചെയ്യണം. ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ നേതാക്കന്മാരെയും അതുപോലെ മത നേതാക്കന്മാരെയും അങ്ങനെയുള്ള റൂള് വെക്കണം. ഇങ്ങനെയുള്ള സിനിമകൾ ഇറക്കാൻ പാടില്ല, അങ്ങനെയുള്ള പടങ്ങൾ ഓടിക്കത്തില്ലെന്ന് പറയണം. ഇതിപ്പോൾ 1000 പേര് ഇറക്കുന്നു, അതുകൊണ്ട് അടുത്ത ആൾ ഇറക്കുന്നു. അല്ല, ആദ്യം തൊട്ട് സെൻസർ ചെയ്യണം. ഒന്നും സെൻസർ ചെയ്യത്തില്ല. ചിലരുടെ പടങ്ങൾ ഇറക്കുന്നു, ചിലരുടെ പടങ്ങൾ ഇറക്കുന്നില്ല. അപ്പം സിനിമാ വ്യവസായത്തിൽ തെറികളും അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ കട്ട് ചെയ്ത് സെൻസർ ഒരു ബീപ്പ് സൗണ്ട് ആയാലും വെക്കും. അങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ, ഇപ്പം ചുരുളി എന്ന് പറഞ്ഞ OTT റിലീസ് ചുരുളി വന്നു. ചുരുളി ആരാ കാണാത്തത്? ചുരുളി വീട്ടിൽ ഇരുന്ന് കാണാൻ പറ്റുമോ? പിള്ളേരൊക്കെ ഉള്ളപ്പോൾ കാണാൻ പറ്റുമോ? എന്നാ തെറിയ? അതിനകത്ത് തുടക്കം തൊട്ട് അവസാനം വരെ തെറിയാണ്. അത് OTT റിലീസാണല്ലോ. അങ്ങനെയുള്ള പടങ്ങൾ എന്തിനാണ് ഇത് ചെയ്യുന്നത്? ഇപ്പോൾ ഇതിനകത്ത് മോഹൻലാൽ സിനിമയുടെ ഇത് കണ്ടില്ലെന്ന് പറയുന്നു. സിനിമ കണ്ടില്ല, കാസ്റ്റ് ചെയ്തപ്പം കണ്ടില്ല, ഇതിനകത്ത് ഇങ്ങനെ സംഭവമാണെന്ന് അറിയത്തില്ലെന്ന് പറയുന്നു. ഒരു സിനിമ എടുക്കുന്ന ആൾക്കാർ, പ്രൊഡ്യൂസറും സംവിധായകനും നായകനും അതിനകത്ത് മെയിൻ കഥാപാത്രങ്ങൾക്കെല്ലാം കഥകൾ പറഞ്ഞു കൊടുക്കില്ല. ആദ്യം തൊട്ട് അവസാനം വരെ കഥ പറയുമല്ലോ. നായകൻ കഥ കേൾക്കാതെ പോയി അഭിനയിക്കുമോ? അഭിനയിച്ചാലും ഇല്ലേലും ഇത് സിനിമാ ജീവിതമാണ്. അവർ സിനിമയിൽ അഭിനയിക്കുന്നവരാണ്. അവർ ഏത് റോള് കൊടുത്താലും അഭിനയിക്കുന്നു, സിനിമ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. അതിനകത്ത് വലിയ കുറ്റം പറയാനൊന്നുമില്ല ഒരുത്തനും. എന്നാ കുറ്റം പറയാനിരിക്കുന്നത്? ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ പലരും പല സിനിമയാക്കി ഇറക്കുന്നുണ്ട്. ഇന്ത്യയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഇഷ്ടംപോലെ പടങ്ങൾ ഇങ്ങനെ ഇറങ്ങി. എന്നാ പറയാനിരിക്കുന്നു? ഇതിനകത്ത് ഒന്നും പറയാനില്ല. ഇപ്പോൾ ആരെയും കളിയാക്കിയൊന്നുമില്ല. നടന്ന കാര്യങ്ങൾ പറഞ്ഞാൽ അത് കാണുക, കേൾക്കുക, മിണ്ടാതിരിക്കാന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ. സിനിമ റിവ്യൂവിനകത്ത് റിവ്യൂ പറയാൻ വേണ്ടി കുറേമാരിങ്ങനെ ഇരിക്കാറുണ്ട്. അവർ വലിയ രാഷ്ട്രീയ നേതാക്കളോടും അവിടുത്തെ നിരീക്ഷകന്മാരൊക്കെ ഇരുന്ന് ചർച്ചയാണ്. അയ്യോ, അവിടെ അത് ഇത് ചെയ്തില്ലേ, കേരള സ്റ്റോറി വന്നില്ലേ, ഇതെന്നതാ അതെന്നതാന്ന് ചോദിച്ചാൽ എന്താ കാര്യം ഇരിക്കുന്നത്? ഇതൊന്നും ഒരു കാര്യമില്ല. ചാനലുകാർക്ക് ചർച്ചയായി, അത്രേ ഉള്ളൂ. എന്നാ പറയാൻ? ഇതിനെക്കുറിച്ചൊന്നും പറയാനില്ല. പടം കാണുന്നവരെല്ലാം പോയി പടം കാണുക. മോഹൻലാലിനെയും മമ്മൂട്ടിയെയും അത് സിനിമാ നടന്മാരെ ഇഷ്ടമുള്ളവർ, പൃഥ്വിരാജിനെ ഇഷ്ടമുള്ളവർ പോയി പടം കാണുക. ഓരോരുത്തർ വന്നിട്ട് പറയുന്നത് IS ബന്ധമാണ് പൃഥ്വിരാജിന്, IS കണക്ഷനാണെന്ന് പറഞ്ഞത്. എന്നാ കണക്ഷൻ? അതൊക്കെ കണ്ടുപിടിക്കട്ടെ. ഈ പറഞ്ഞവനൊക്കെ പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ.